വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2 ദിവസമായി. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം ഇതാ ഇപ്പോൾ കഴിയാറായി. നമുക്ക് 2 എക്സാം കൂടിയാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനി സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കാര്യങ്ങളിലോട്ട് കടക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഫെബ്രുവരിയിൽ അവസാനിക്കാൻ പോകുന്നത്. സോ ഓട്ടോമാറ്റിക്കലി അതനുസരിച്ച് സെക്കൻഡ് സെമസ്റ്റർ എക്സാമും കുറച്ചും കൂടി സ്പീഡിൽ നടക്കാനാണ് സാധ്യത. സോ നമുക്ക് എന്തായാലും ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നുണ്ട് സെക്കൻഡ് സെമസ്റ്റർ എക്സാം എപ്പോഴായിരിക്കും. സോ നമുക്ക് ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. സോ ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. It is notified for the information of all concerned that the link for online registration of the following examination will be available on the university website from Wednesday 28 to 2024 onwards as per the schedule given below. സെക്കൻഡ് സെമസ്റ്റർ 2022 അഡ്മിഷൻ ആണെങ്കിലും ദെൻ 19 to 21 എല്ലാ അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെയും രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് ഡേറ്റ് വിതൗട്ട് ഫൈൻ മാർച്ച് 13-ാം തീയതിയാണ്. ദെൻ 180 രൂപ ഫൈനോട് കൂടി 15 മാർച്ച് 2024 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് ഫോർ വ്യൂയിങ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് മാർച്ച് 30-ാം തീയതിയാണ്. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ വിൽ ബി അനൗൺസ്ഡ് ലേറ്റർ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലാസ്റ്റ് ഡേറ്റ് ഫോർ വ്യൂയിങ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാർച്ച് 30-ാം തീയതിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാം പ്രതീക്ഷിക്കാം. കാരണം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ വ്യൂയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് 15/1/2024 അതിനുശേഷം ഫെബ്രുവരിയിലെ എക്സാം നടന്നു. സോ ഇവിടെ മാർച്ചിൽ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏപ്രിൽ അവസാനമോ അതല്ലെങ്കിൽ മെയ് മാസത്തിലോ ഒക്കെ ആയിട്ട് എക്സാം പ്രതീക്ഷിക്കാം. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു എക്സാം നടന്നതിൻ്റെ രീതിയിലാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് ഇയറിൽ നടന്ന ഒരു പാറ്റേൺ അല്ല ഇപ്രാവശ്യം അവർ ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി. ലാസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ നടന്ന ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഇപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ ഇത് അവസാനിപ്പിക്കാൻ പോകണു. ദെൻ അവർ രജിസ്ട്രേഷൻ വിളിച്ച് വ്യൂയിങ് ലാസ്റ്റ് ഉണ്ടായിരുന്നത് 15/1/2024 എക്സാം നമുക്ക് ഫെബ്രുവരിയിൽ നടന്നു. ഓട്ടോമാറ്റിക്കലി ആ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലും പ്രതീക്ഷിക്കുകയാണ്. 30/3/2024 ലാസ്റ്റ് ഡേറ്റ് വ്യൂയിങ് ഓൺലൈൻ രജിസ്ട്രേഷൻ പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഫ്റ്റർ 1 മന്ത് എക്സാം പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ അവസാനവും മെയ് മാസത്തിലൊക്കെ ആയിട്ട് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട്. സോ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ബിക്കോസ് 5 സബ്ജക്റ്റിൽ 3 സബ്ജക്റ്റ് പ്രോബ്ലം പേപ്പേഴ്സാണ്, 2 തിയറി പേപ്പേഴ്സും. അതിൽ നമ്പർ 1 ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, നമ്പർ 2 അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ മാനേജ്മെൻറ്റ് സയൻസ്. 3ഉം കട്ടക്കി നിൽക്കുന്ന പേപ്പേഴ്സാണ്. സോ നമ്മുടെ സ്ഥാപനം MCOM ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന 5 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പോൾ 2 ദിവസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ സെക്കൻഡ് സെമസ്റ്റർ പഠനം നിങ്ങൾ ആരംഭിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോർഷൻസ് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഫസ്റ്റിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.